കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യ മക്കളെ, എന്റെ മക്കളെ, കൃപകൊണ്ട് നിറയ്ക്കുന്നതും അനുഗ്രഹിക്കുന്നതുമൊക്കെയാണ് എന്റെ സന്തോഷം. എന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ മക്കളെപ്പോഴും സംതൃപ്തിയുള്ള ഒരു ഹൃദയം ഒരുക്കണം. എന്റെ മക്കൾ സ്വന്തം അപര്യാപ്തതകളുടെയും അപകർഷതാബോധത്തിന്റെയും തടവുകാരാകരുത്. 2 ചെമ്പുകാശ് വഴിപാടിട്ട വിധവയ്ക്ക് അഭിമാനപ്രശ്നമൊന്നും തോന്നിയില്ലല്ലോ മക്കളെ. ഉള്ളതും സമർപ്പിച്ച അവൾ സംതൃപ്തയായിരുന്നു. ഞാനും അവളിൽ പ്രീതിപ്പെട്ടു. നിങ്ങളുടെ വഴിപാടുകളുടെ വലിപ്പത്തേക്കാൾ മക്കളുടെ ഹൃദയ വിശുദ്ധിയും സമർപ്പണ മനോഭാവവുമാണ് എന്നെ സന്തുഷ്ടനും സംപ്രീതനുമാക്കുന്നത്. കുഞ്ഞെ, നിന്റെ വ്യക്തിത്വത്തിലെ പരിമിതികളും കുറവുകളും അപര്യാപ്തതകളും ഒന്നും നിന്റെ കുറ്റമല്ല. അത് എന്റെ സൃഷ്ടിയിലെ വൈകല്യങ്ങളുമല്ല. പിന്നെന്താണെന്ന് നീ ചോദിക്കും. അപര്യാപ്തതകളുണ്ടാക്കുന്ന നിന്നിലെ ശൂന്യതകൾ എന്റെ ശക്തി സ്വീകരിക്കാനുള്ള കൽഭരണികളാണ്. അതിൽ നീ നിറയ്ക്കുന്ന കണ്ണുനീരിനെ വീര്യമുള്ള വീഞ്ഞാക്കി ഞാൻ മാറ്റും. നിങ്ങളുടെ അപര്യാപ്തതകളാണ് എന്നോട് സഹായം ചോദിക്കാനുള്ള വിനയവും സമർപ്പണവുമൊക്കെ നിങ്ങളിലുണ്ടാക്കുന്നത്. അപര്യാപ്തതയെപ്പറ്റിയുള്ള ചിന്തകളുടെ തടവുകാരായി നിങ്ങൾ ജീവിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. സത്യം തിരിച്ചറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. മക്കൾ ചോദിക്കും, എന്താണ് സത്യം? സർവസമ്പന്നനായി ഞാൻ നിങ്ങൾക്കുള്ളപ്പോൾ എന്തിനാണ് മക്കളെ ഇല്ലായ്മയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നത്? ബാഹ്യമായ ഒരുക്കവും അഭിനയങ്ങളും കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം തികഞ്ഞവരാണെന്ന് വരുത്തുവാൻ നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കാണ്. അതിലെ കറുപ്പും വെളുപ്പും ഇല്ലായ്മകളും എനിക്ക് നോക്കിക്കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്കിടയിൽ അഭിനയത്തിനും പ്രകടനത്തിനുമൊന്നും സ്ഥാനമില്ല മക്കളെ. നിങ്ങളുടെ ബലഹീനതകളെയും പോരായ്മകളെയും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിൻ്റെ മേൽ മൂടുപടം ഒരിക്കലും ഇടരുത്. എല്ലാം തികഞ്ഞ ഒരു സൃഷ്ടിയും ഞാൻ നടത്തിയിട്ടില്ല മക്കളെ. നിന്റെ അപര്യാപ്തതകളുടെ പിന്നിലും നിങ്ങളുടെ പിതാവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ദിവ്യ ഉദ്ദേശങ്ങൾ. നിന്റെ ബലഹീനതകളെയും പ്രതിസന്ധികളെയും പറ്റി ഉള്ളം തുറന്ന് എന്നോട് പറഞ്ഞുകൊള്ളൂ. ഘട്ടം ഘട്ടമായി ഞാൻ നിന്റെ ബലഹീനതകളെ സമ്പൂർണതയും സഫലതയുമൊക്കെ ആക്കി മാറ്റും. നീ എന്നിലും ഞാൻ നിന്നിലും വസിക്കുമ്പോൾ നിന്റെ ഹൃദയം കൃപ കൊണ്ട് നിറയും. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് ഞാൻ നിന്റെ ഹൃദയത്തിൽ നിറയ്ക്കും. നീ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതുമായ യാതൊന്നിനും എൻ്റെ സ്നേഹത്തിൽ നിന്ന്
നിന്നെ അകറ്റുവാൻ കഴിയില്ല കുഞ്ഞെ. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾ എൻ്റെ മക്കളാണ്, എൻ്റെ സ്വന്തം മക്കൾ. നിങ്ങളുടെ കഴിവുകളെയല്ല, നിങ്ങളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ കരങ്ങളിൽ രൂപപ്പെട്ട എൻ്റെ സ്വന്തം നിങ്ങളെ. എൻ്റെ മക്കളെല്ലാം എനിക്ക് ഒരുപോലെയാണ്. 1 ശമൂവേൽ 16:7 മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. യോഹന്നാൻ 15:5-8 ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.